നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇസ്രായേലിനെ പൂർണ്ണമായും അമേരിക്ക ഉപേക്ഷിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഹാരിസ് ട്രൂമാൻ, അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ പടക്കപ്പൽ യമന്റെ തീരത്ത് നിന്ന്, അതായത് ചെങ്കടലിൽ നിന്ന് അമേരിക്ക പിൻവലിക്കുന്നതായുള്ള വാർത്തയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക അവരുടെ ഏറ്റവും വിഖ്യാതമായ ഹാരിസ് ട്രൂമാൻ കപ്പൽ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണത്തിന് ചെങ്കടലിൽ വിന്യസിപ്പിച്ചിരുന്നത് അമേരിക്ക പിൻവലിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലും ഹൂതികളും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള നേർക്കുനേർ ആക്രമണം നടക്കുന്ന ഈ സന്ദർഭത്തിൽ അമേരിക്കയുടെ പിന്മാറ്റം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആഘാതം ആകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഒഫീഷ്യലുകളെ, ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്, അമേരിക്കയും ഹൂതികളും തമ്മിൽ സീക്രട്ട് ആയിട്ടുള്ള കരാർ നിലവിൽ വന്നിട്ടുണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾ വലിയ ചർച്ച നടത്തുന്ന ഒരു നിമിഷം കൂടിയാണിത്. അങ്ങനെയുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹൂതികളും അമേരിക്കയും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ല എന്നൊരു കരാറിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ഏർപ്പെട്ടിരിക്കാനുള്ള സാധ്യത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ചകൾ ചെയ്യുകയും ഒപ്പം ഇസ്രായേൽ ആ മേഖലയിൽ ഒറ്റപ്പെടുന്ന വാർത്തയുമാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മെയ് 18 ഇന്ന് പുലർച്ചെയും ഇസ്രായേലിന് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചതായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലിനെ പ്രതിരോധിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരും എന്ന ഭീഷണി ഉണ്ടാകുകയാണ്. സെൻട്രൽ ഇസ്രായേലിന് നേരെ ഹൂതികൾ നിരന്തരം ലക്ഷ്യം വയ്ക്കുന്നതായിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഈ മെയ് 6 ശേഷം 7 തവണ മിസൈലുകൾ ഉപയോഗിച്ചും 2 തവണ ഡ്രോണുകൾ ഉപയോഗിച്ചും ഇസ്രായേലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയതായി അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന അവസരത്തിലാണ് അമേരിക്ക ചെങ്കടലിൽ നിന്ന് തങ്ങളുടെ ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന ഏറ്റവും വിഖ്യാതമായ നാവിക പടക്കപ്പലുകളുമായി പിന്മാറുന്നു എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അതായത് വിത്തൗട്ട് കീപ്പിംഗ് ഇസ്രായേൽ ഇൻ ലൂപ്പ്, ഇസ്രായേലിനെ പരിഗണിക്കാതെ തന്നെ അമേരിക്ക പിന്മാറുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫൈറ്റർ ജെറ്റ് അമേരിക്കയുടെ റെഡ് സീയിൽ നഷ്ടമായിരുന്നു. എയർക്രാഫ്റ്റ് സിസ്റ്റം അതിൻ്റെ ഫെയിലായതുകൊണ്ടാണ് ആ വിമാനം, അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് ചെങ്കടലിൽ നഷ്ടപ്പെട്ടത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഹൂതികൾ അമേരിക്കക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് പോയി. അതായത് ചെങ്കടൽ വഴി അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിലുകൾ സപ്ലൈ ചെയ്യുന്നത് ചെങ്കടൽ വഴിയാണ്. അതുവഴി ഉള്ള അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ വ്യാപാരത്തെയും അമേരിക്കയിലേക്ക് ക്രൂഡ് ഓയിൽ വരുന്നതിനുമൊക്കെ തടയുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഘടന, ഒരു രാജ്യം പോലും അല്ലാത്ത ഒരു വിമത വിഭാഗം അമേരിക്കക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. എന്തായാലും അമേരിക്കയും ഹൂതികളും തമ്മിൽ ഇപ്പോൾ സീക്രട്ടായിട്ട് ഒരു രഹസ്യ ധാരണയിലെത്തി എന്ന വാർത്ത പുറത്തു വരികയാണ്. പരസ്പരം ആക്രമിക്കില്ല എന്നൊരു ധാരണയിലെത്തി എന്ന വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെ ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന അവരുടെ നാവിക കപ്പൽ ചെങ്കടലിൽ നിന്ന് പിൻവലിക്കുന്നു, യമന് സമീപം നിന്ന് പിൻവലിക്കുന്നു എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഹൂതികളും ഇസ്രായേലും ഡയറക്റ്റ് ഫൈറ്റ്, നേർക്കുനേർ യുദ്ധത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ എന്നത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും സാലിഫ്, ഹുദൈദ പോർട്ടുകൾ, ഹൂതികളുടെ പോർട്ടുകൾ, യമനിലെ പോർട്ടുകൾ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. തുടർന്ന് ഇസ്രായേലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആക്രമണം അതിൻ്റെ എല്ലാ പരിമിതികൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് അമേരിക്കയുടെ പിന്മാറ്റം എന്നത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഗാർഡ്സിന്റെയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. നേരത്തെ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയും യഹിയ സിൻവറിനെയും ഒക്കെ വധിച്ചതുപോലെ ഹൂതികളുടെ നേതാവിനെയും വധിക്കും എന്ന പ്രസ്താവന ഉണ്ടാകുന്നു. അവരുടെ ഗതി തന്നെ ഹൂതികളുടെ നേതാക്കൾക്കും വരും എന്ന പ്രസ്താവന ഉണ്ടാകുന്നു. ഹൂതികൾ തിരിച്ചു പ്രതികരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ തങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്നാണ്. അതായത് നേതാക്കന്മാരെ, രാഷ്ട്ര തലവന്മാരെയും അതുപോലെ ഹൂതി നേതാക്കളെയും ഒക്കെ ഇസ്രായേലും ഹൂതികളും പരസ്പരം ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. മറ്റൊന്ന്, ലിബിയയിലേക്ക് ഗസക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള ചർച്ചകളുമായി US മുന്നോട്ട് പോകുന്നു. പക്ഷേ അറബ് ലീഗ് അതിനെ എതിർക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും
വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുകയാണ്. അറബ് ലീഗും ഹമാസും ഒക്കെ പറയുന്നത് യാതൊരു കാരണവശാലും ബലം പ്രയോഗിച്ച് ഗസക്കാരെ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള എല്ലാ ഉദ്യമങ്ങളെയും എതിർക്കും എന്ന ഒരു നിലപാടിലേക്ക് സൗദി അറേബ്യ പ്രത്യേകിച്ചും എത്തുന്നു എന്ന വാർത്ത കൂടി മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, 35,000-ത്തോളം സൈനികർ ഹമാസിൻ്റെതായി ഇനി ഗസയിൽ അവശേഷിക്കുന്നുണ്ട് എന്ന വാർത്തയാണ്. അവരെ ഏതുവിധേനയും കൊന്ന് ഗസയെ പിടിച്ചെടുക്കുവാനുള്ള ഒരു അവസാന യുദ്ധത്തിന് ഇസ്രായേൽ തയ്യാറാകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഗസയും ഒരു അവസാന യുദ്ധത്തിന് തയ്യാറാകുന്നു. തങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിക്കുവാൻ അവസാന ശ്വാസം വരെ പൊരുതി നിൽക്കുവാൻ ഗസയും തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ IDF-ന്റെ ഭടന്മാർ ഗസയിൽ വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരുന്നത് എന്ന വലിയ സംഗതിയും മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഗറില്ല യുദ്ധമുറ സ്വീകരിക്കുന്ന ഹമാസ് പോരാളികൾക്ക് മുമ്പിൽ IDF വല്ലാതെ പതറുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും ഈ വടക്കൻ കൊറിയയുടെയൊക്കെ സാങ്കേതിക മികവിൽ ഗസയിൽ ഒരുപാട് തുരങ്കങ്ങൾ ഹമാസ് നിർമ്മിച്ചിട്ടുണ്ട്. ആ തുരങ്കങ്ങളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട IDF-നെ ആക്രമിച്ച് തുരങ്കങ്ങളിലേക്ക് തന്നെ മടങ്ങുന്ന ഗറില്ല യുദ്ധമുറയിൽ ഇസ്രായേലിന് കാലിടറുന്നു എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ അവസരത്തിൽ ചെങ്കടലിൽ നിന്ന് ഹാരിസ് ട്രൂമാൻ കപ്പൽ അമേരിക്ക പിൻവലിക്കുന്നു, അമേരിക്കയുടെ സൈന്യം പൂർണ്ണമായും ചെങ്കടലിൽ നിന്ന് മാറുന്നു എന്ന വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.